പേളി മാണിക്ക് സംഭവിച്ചിരിക്കുന്നത്. അനവസരത്തിൽ പറഞ്ഞിട്ടുള്ള ബുദ്ധിശൂന്യമായ ചില അഭിപ്രായങ്ങളും മണ്ടത്തരങ്ങളും കാരണം പേളി മാണി ഇപ്പോൾ പൊതുസമൂഹത്തിന്റെ മുൻപിൽ ഒരു അപഹാസ്യ കഥാപാത്രമായി മാറിയിരിക്കുകയാണല്ലോ. ഈ കാലഹരണപ്പെട്ട സംവിധായകനല്ല എന്നറിയാത്ത ഒരാളല്ല പേളി മാണി. എന്നാൽ അവരുടെ ഉള്ളിലെ അഹങ്കാരം മറനീക്കി പുറത്തു വന്നപ്പോൾ അവർ സിബിയെ ആക്ഷേപിച്ചത് പരാജയപ്പെട്ട സംവിധായകൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇങ്ങനെയാണ് നിങ്ങളോട് ഇത് പറയുക. ഷർട്ട് ഇട്ടുകൊണ്ട് വരുന്നു പെണ്ണുങ്ങൾ, പെൺകുട്ടികളാ, 18 വയസ്സ് 15 വയസ്സൊക്കെയുള്ള പെൺകുട്ടികൾ. ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടുന്നില്ല, അകത്ത് ടീഷർട്ട് പോലെ. എല്ലാ പെൺകുട്ടികളുടെയും ടീഷർട്ട് ലോക്കട്ടാണ്. കാണേണ്ട രീതിയിൽ കാണിച്ചുകൊണ്ട് ഇതിനൊക്കെ വീടും കുടിയും തന്തയും തള്ളയൊന്നുമില്ല. എന്നിട്ട് ഇവരുടെയൊക്കെ റീൽ എടുക്കുന്നത് ക്യാമറ എപ്പോഴും മോളിൽ നിന്നാണ്, നെഞ്ചത്താണ് ക്യാമറ എപ്പോഴും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം പ്രൊട്ടസ്റ്റന്റ് അതുപോലെ തന്നെ പേളി മാണി റിലേറ്റ് ചെയ്തിട്ടുള്ള 2 കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് പേളി മാണിയെ കുറിച്ചിട്ട് ആലപ്പി അഷ്റഫ് എന്താണ് പറയുന്നത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. അതിനുശേഷം നമുക്ക് അതിനേക്കാൾ മേജർ ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്, അതും കൂടെ നമുക്ക് കണ്ടു നോക്കാം. പേളി മാണിയുടെയും ജാൻ മണിയുടെയും TG മോഹൻദാസിന്റെയും അഭിപ്രായ പ്രകടനങ്ങളിലേക്കും അതിനെ തുടർന്നുണ്ടായ കീറാമുട്ടികളിലേക്കും നമുക്കൊന്ന് കടന്നു ചെല്ലാം. യൂട്യൂബറും ഇൻഫ്ലുവൻസറും അവതാരകയും ഒക്കെയായ പേളി മാണിക്ക് സംഭവിച്ചിരിക്കുന്നത് അനവസരത്തിൽ പറഞ്ഞിട്ടുള്ള ബുദ്ധിശൂന്യമായ ചില അഭിപ്രായങ്ങളും മണ്ടത്തരങ്ങളും കാരണം പേളി മാണി ഇപ്പോൾ പൊതുസമൂഹത്തിന്റെ മുൻപിൽ ഒരു അപഹാസ്യ കഥാപാത്രമായി മാറിയിരിക്കുകയാണല്ലോ. മലയാള സിനിമയിലെ ആദരണീയനായ ഒരു സംവിധായകനാണ് സിബി മലയിൽ. സിനിമയുടെ ആത്മാവ് തൊട്ടറിഞ്ഞ ഒരു ചലച്ചിത്രകാരനാണ് അദ്ദേഹം. കഴിഞ്ഞ നൂറ്റാണ്ടിലെ മികച്ച 10 സിനിമകൾ എടുത്താൽ അതിൽ സിബിയുടെ തനിയാവർത്തനവും കിരീടവും ഭരതവും മുന്തിയ സ്ഥാനത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ടാകും. സിബി കാലഹരണപ്പെട്ട സംവിധായകനല്ല എന്നറിയാത്ത ഒരാളല്ല പേളി മാണി. എന്നാൽ അവരുടെ ഉള്ളിലെ അഹങ്കാരം മറനീക്കി പുറത്തു വന്നപ്പോൾ അവർ സിബിയെ ആക്ഷേപിച്ചത് പരാജയപ്പെട്ട സംവിധായകൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. CJPയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനെതിരായി നിലപാടെടുത്ത പേളി മാണിയെ വിമർശിച്ചുകൊണ്ട് സിബി മലയിലിന്റെ മകൻ ജോയുടെ ഷെയ്ം ഓൺ യു എന്ന കമന്റാണ് പേളിയെ ചൊടിപ്പിച്ചത്. തനിക്കെതിരായ ഒരു ശബ്ദം കേട്ടതിലുള്ള അസഹിഷ്ണുതയാണ് ജോയുടെ പിതാവായ സിബിയെ കഴിവുകെട്ടവനായി ആക്ഷേപിക്കാനുള്ള കാരണം. പേളി ഒരുപക്ഷെ ധരിച്ചിട്ടുണ്ടാകാം തന്റെ ലക്ഷോപലക്ഷം വരുന്ന ഫോളോവേഴ്സ് താൻ പറയുന്ന വളിപ്പുകളും മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ഒപ്പം നിൽക്കുമെന്ന്. ഇവിടെയാണ് പേളി മാണിക്ക് അടിയേറ്റത്. ഒറ്റയടിക്ക് 3-4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പേളിയെ വെറുത്തുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് സ്ഥലം കാലിയാക്കി. താങ്കൾ അത്ര വലിയ ഒരു കലാകാരിയോ ഒരു മഹാസംഭവമോ ഒന്നുമല്ല എന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. താങ്കൾ പറയുന്ന കോമാളിത്തരങ്ങൾ കേട്ട് ഇഷ്ടപ്പെട്ട് ചിലർ നൽകിയ പിന്തുണയാണ് നിങ്ങളുടെ അംഗീകാരം. നിങ്ങൾ ബിഗ് ബോസ് മത്സരാർത്ഥിയായി എത്തിയപ്പോൾ നിങ്ങൾ കാഴ്ചവെച്ച നിഷ്കളങ്കതയും പെർഫോമൻസും ഒക്കെ കണ്ട് എനിക്കും നിങ്ങളോട് ഇഷ്ടം തോന്നിയിരുന്നു. അതുകൊണ്ട് മെറീന വിഷയം വന്നപ്പോൾ നിങ്ങളുടെ ഭാഗത്തായിരിക്കും ശരിയെന്ന് വിശ്വസിച്ചുകൊണ്ട് പേളിക്ക് അനുകൂലമായി ഒരു എപ്പിസോഡും ഞാൻ ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു പേളിയെക്കുറിച്ച് രഞ്ജിനി ഹരിദാസ് അന്ന് പറഞ്ഞതാണ് ശരിയെന്ന്. അവരാദ്യം മുതലേ പറയുന്നുണ്ട്, കാര്യസാധ്യത്തിനായി നിലപാടുകളിൽ ചാഞ്ചാട്ടം വരുത്തുന്നവരാണ് നിങ്ങൾ, ഫേക്ക് പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടേതെന്ന്. ഡൽഹിയിൽ സമരം നടത്തിയ വിദ്യാർത്ഥികളോട് യുവാക്കളോട് വെറുതെ അടികൊള്ളാതെ സമരം അവസാനിപ്പിച്ച് വീട്ടിൽ പോകാൻ പറഞ്ഞത് നിങ്ങളുടെ അജ്ഞത മൂലം പറഞ്ഞു പോയതാണെന്ന് ആറാട്ടണ്ണൻ പോലും പറയുന്നുണ്ട്. ആറാട്ടണ്ണൻ പറഞ്ഞത് കഷ്ടിച്ച് 10ാം ക്ലാസ് പാസ്സായ പേളി മാണിക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ചും നീറ്റ് പരീക്ഷയെക്കുറിച്ചും എന്തറിയാമെന്നാണ്. വിവരക്കേടും ബുദ്ധിയില്ലായ്മയും ഒരു തെറ്റൊന്നുമല്ല. പക്ഷെ ഇത്തരം ഗൗരവകരമായ വിഷയങ്ങളിൽ വാ അടച്ചിരിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണമായിരുന്നു. പണ്ട് പേളി മാണി ഒതുക്കി മൂലയിലിരുത്തിയ മെറീന മൈക്കലിന് ഓർമ്മയുണ്ടോ? അവർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. അവരെ കേൾക്കാൻ നിങ്ങളോടൊപ്പം നിന്ന് അവരെ കല്ലെറിഞ്ഞവരും അവരോടൊപ്പമുണ്ട്. അവരായിരുന്നു ശരിയെന്ന് ഇപ്പോൾ കാലം തെളിയിച്ചു. പേളിയുടെ മുഖഛായയും നിറവും മുടിയുടെ സാദൃശ്യവുമൊക്കെ അവർക്ക് വന്നുപോയി എന്ന കാരണത്താൽ ഒരു ചാനലിലെ അഭിമുഖത്തിനായി വിളിച്ചു വരുത്തിയതിനു ശേഷം അവരെ ഇന്റർവ്യൂ ചെയ്യാതെ നിങ്ങൾ അവിടെ നിന്നും കടന്നു കളഞ്ഞില്ലേ? അന്ന് നിങ്ങൾ പറഞ്ഞ കള്ളത്തരങ്ങൾ വിശ്വസിച്ചവർ അവരെ കടുത്ത സൈബർ ആക്രമണത്തിന് വിധേയയാക്കി. അവരുടെ നിസ്സഹായാവസ്ഥ തുറന്നു പറയാൻ പോലും അനുവദിച്ചില്ല. ഇന്ന് ആ സത്യങ്ങൾ മറനീക്കി പുറത്തു വന്നു. ഇന്നവർ അജയ്യയായി ജനമധ്യത്തിൽ വന്ന് സംസാരിക്കുന്നു. അവരെ കേൾക്കാൻ ചെവികൾ ഉണ്ടായിരിക്കുന്നു. മെറീന പറയുന്നു, കർമ്മ എന്നൊന്നുണ്ട്, അത് ബൂമറാങ് പോലെ തിരികെ എത്തിയിരിക്കുന്നു എന്ന്.
പേളിയുടെ കാര്യമെടുത്താൽ പൂന്താനത്തിന്റെ വരികൾക്ക് വലിയ പ്രസക്തിയുണ്ട്. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. കയ്യിൽ നിന്ന് പോയ ആയുധവും വായിൽ നിന്ന് പോയ വാക്കും ഒരിക്കലും തിരിച്ചെടുക്കാനാവില്ല. ഗൈസ്, ജാൻമണിയുടെ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്കായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തൊക്കെ പൊട്ടത്തരങ്ങൾ പറഞ്ഞു. പിന്നീടാണ് ജാൻമണിക്ക് മനസ്സിലായത് ഇത്രയും വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് താൻ പറഞ്ഞത് എന്ന്. അതിനുശേഷം ജാൻമണി ഒരു അപ്പോളജി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു വീഡിയോസിൽ. ഇതുപോലെ അറിവില്ലായ്മയും ബുദ്ധിയില്ലായ്മയും കാരണം ഇന്ന് പെട്ടുപോയിരിക്കുന്ന മറ്റൊരു സെലിബ്രിറ്റിയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റും ബിഗ് ബോസ് താരവുമായ ജാൻമണി ദാസ്. ജാൻമണിയെ കേരളത്തിൽ അറിയപ്പെട്ടത് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിലല്ല, ബിഗ് ബോസ് താരമായിട്ടാണ്. അന്നും അവരുടെ മണ്ടത്തരങ്ങൾ കേട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചതാണ് പ്രേക്ഷകർ അവരെ. ബിഗ് ബോസിൽ പോയി മടങ്ങി വന്നവർക്കൊരു വിചാരമുണ്ട്, അവരുടെ വാക്കുകൾ ഇരുമ്പുലക്കയാണെന്ന്. വേണ്ടുന്നിടത്തും വേണ്ടാത്തിടത്തും കയറി അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾക്ക് അഭിപ്രായം പറയുക. ജാൻമണിയുടെ നാക്കിന് ഇപ്പോൾ ബെല്ലും ബ്രേക്കുമില്ല. വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്നതുപോലെ ആക്ഷേപിച്ചതും അപകീർത്തി പരാമർശം ഉതിർത്തതും നമ്മുടെ പ്രധാനമന്ത്രിക്ക് നേർക്കാണ്. പ്രധാനമന്ത്രിയുടെ നിലപാടുകളെയും പ്രവൃത്തികളെയും ഒക്കെ നമുക്ക് വിമർശിക്കാം, അഭിപ്രായവും പറയാം. പക്ഷെ വ്യക്തിപരമായ അനാവശ്യ പരാമർശങ്ങൾ തെറ്റ് തന്നെയാണ്. അതൊരിക്കലും അംഗീകരിക്കാനാവില്ല. ജാൻമണിയുടെ മണ്ടത്തരങ്ങളെ സോഷ്യൽ മീഡിയ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടാണ് ജാൻമണി ഇത്തരം അനാവശ്യങ്ങൾ വെച്ച് കാച്ചുന്നത്. അവരെ തിരുത്താൻ ഒപ്പമുള്ളവർ ശ്രമിച്ചിട്ടുമില്ല. എന്നാൽ ഇപ്പോൾ അത് തനിക്ക് കുരുക്കാകുമെന്ന് വന്നപ്പോൾ ക്ഷമാപണവുമായി എത്തിയിട്ടുണ്ട്. ജാൻമണി പ്രധാനമന്ത്രിയെ കുറിച്ച് പറഞ്ഞ വാചകങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞ് സംസാരിക്കുന്നതും കുറ്റകരമാണ്. അതുകൊണ്ടാണ് ഞാൻ അതെന്താണെന്ന് ഇവിടെ എടുത്തു പറയാത്തത്. സുഹൃത്തുക്കളെ, അടുത്തായി മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തി യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് വളരെ വൃത്തികെട്ട വൾഗറായിട്ടുള്ള രൂപത്തിലാണ് അതിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നത്. അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആർക്കാണെങ്കിലും അറച്ചു പോകും. കാരണം അവിടെ പോയിട്ടുള്ള ഓരോ പ്രൊട്ടസ്റ്റന്റും അതിനകത്ത് പറയുന്നുണ്ട് നമ്മൾ സെൽഫി എടുക്കുന്നത് ചെസ്റ്റിന്റെ ഭാഗത്തോട്ട് ഫോക്കസ് ചെയ്തിട്ടാണ്. ഇതുപോലെ ഇപ്പോൾ പുലിവാല് പിടിച്ച് നിയമക്കുരുക്കിൽ അകപ്പെട്ടിരിക്കുകയാണ് RSS നേതാവായ TG മോഹൻദാസ്. ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനെതിരെ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ജന്തർ മന്ദിർ പരിസരത്ത് 4 കിലോമീറ്റർ ചുറ്റളവിൽ കർഫ്യൂ പ്രഖ്യാപിക്കും. ആളുകളോട് പിരിഞ്ഞു പോകുവാൻ 3 പ്രാവശ്യം ആവശ്യപ്പെടും. പിന്നെ വെടിവെക്കും. ആളുകൾ ചിതറിയോടും. കുറെ പേർ മരിക്കും. കുറെ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം 4 മണിക്കൂർ കൊണ്ട് രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിൽ എത്തിക്കും. ഇതായിരുന്നു മോഹൻദാസിന്റെ വാക്കുകൾ. കൂടാതെ അദ്ദേഹം ഗുരുതരമായ മറ്റു പരാമർശങ്ങളും നടത്തിയിരുന്നു. അദ്ദേഹം പറയുന്നു, ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളാണ് പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതെന്ന്. ബലാത്സംഗം കൂട്ടബലാത്സംഗമായി അങ്ങ് നടക്കും. ദൈവം സഹായിച്ച് അതിന് പരാതികളൊന്നും ഉണ്ടാകില്ല. ജനാധിപത്യപരമായി പ്രതിഷേധിക്കുന്ന കുട്ടികളെ കൂട്ടത്തോടെ കൊലപ്പെടുത്തണമെന്നും ഗുരുതരമായി പരിക്കേൽപ്പിക്കണമെന്നും ആവശ്യപ്പെടുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഒരു സാധാരണ രാഷ്ട്രീയക്കാരന്റെ അഭിപ്രായമായി കാണാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങളെയും ജനാധിപത്യ സമ്പ്രദായത്തെയും നിയമവാഴ്ചയെയും വെല്ലുവിളിക്കുന്നതാണ് TG മോഹൻദാസിന്റെ ഈ പ്രസ്താവനകളെല്ലാം തന്നെ. ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായി. രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും പരാതികൾ ഉയർന്നു വന്നു. ഇതിന്റെയൊക്കെ ഫലമായി അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കേസുകളും ഉണ്ടായി. ഇവിടെ പേളിയും മാണിയും ജാൻമണിയും ഒക്കെ വിദ്യാഭ്യാസവും വിവരവും കുറവുള്ളത് കൊണ്ട് മൂഢതയിൽ നിന്നുള്ള അഭിപ്രായ പ്രകടനം നടത്തിയപ്പോൾ TG മോഹൻദാസ് ആസൂത്രിതമായ ആക്ഷേപങ്ങളും കലാപ ആഹ്വാനവുമാണ് നടത്തിയിരിക്കുന്നത് എന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇത്തരം പ്രസ്താവനകളും അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ഒക്കെ നമ്മുടെ രാജ്യത്തെ സർവനാശത്തിലേക്ക് നയിച്ചേക്കാം. ഇതിനൊക്കെ മാതൃകാപരമായ ഒരു നിയന്ത്രണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.